നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25, 2026 ബുധൻ. അങ്ങനെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായ ഒരു നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായതെന്നും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ശക്തമായ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് മാർക്കറ്റ് ലഭ്യമായിരുന്നതും. നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഓപ്പണിംഗ് രേഖപ്പെടുത്തുവാനും സാധിച്ചു. മാത്രമല്ല ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. ഏകദേശം 400 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ചും നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. തൽഫലമായി 394 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,306 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 1,205 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി 75,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നടത്തുവാനും സാധിച്ചു. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എസ്പെഷ്യലി HDFC ബാങ്ക്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് സ്റ്റോക്കുകളാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ ശക്തമായൊരു നേട്ടത്തിലേക്ക് നയിക്കുവാനും ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ചെയ്തത്. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,267 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായി. അതേസമയം ആകെ 743 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിന് 3% നേട്ടം കൈവരിക്കുവാനായപ്പോൾ റിയാലിറ്റി, ഫാർമ, PSU ബാങ്ക്, മെറ്റൽ, ഓട്ടോ, FMCG, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 2% വീതവും നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. ശ്രീറാം ഫൈനാൻസ്, അൾട്രാടെക് സിമെന്റ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ബജാജ് ഫൈനാൻസ്, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ടെക് മഹേന്ദ്ര, TCS, ഭാരത് ഇലക്ട്രോണിക്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകൾക്ക് തത്തുല്യമായി തന്നെ ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 2.2%, സ്മോൾ ക്യാപ്പിന് 2.5%, നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്നലെ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഏതാനും ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം സാധിച്ചെങ്കിലും വീണ്ടും US ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 11 പൈസയുടെ നഷ്ടത്തോടുകൂടി 93.97 എന്ന റെക്കോർഡ് ലോ ലെവലിലായിട്ടാണ് ഇന്ന് ഇന്ത്യൻ രൂപ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഹരിയാനയിലെ പഞ്ച്കുല മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 160 കോടി രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് തട്ടിപ്പ് നടത്തുന്നതായി കൊട്ടാക് മഹീന്ദ്ര ബാങ്കിനെതിരെ ആരോപണം വന്നു. ശ്രീ രാമനവമിയോടനുബന്ധിച്ച് നാളെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ഇനി വെള്ളിയാഴ്ചയെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡിംഗ് പുനരാരംഭിക്കുകയും ചെയ്യുകയുള്ളൂ. സെബിയുടെ ഭാഗത്ത് നിന്നും മ്യൂച്വൽ ഫണ്ട്സിന് റിട്ടയർമെന്റ് ആൻഡ് ചിൽഡ്രൻസ് ഫണ്ട്സിന്റെ തുടർച്ചയ്ക്കായിട്ടുള്ള അനുമതി നൽകുകയും ചെയ്തു. S&P ഗ്ലോബലിന്റെ ഭാഗത്ത് നിന്നും 2027 സാമ്പത്തിക വർഷത്തേക്ക് ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് 7.1% ഉയർത്തി. അതേസമയം ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ബേൺസ്റ്റീന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വന്നു. അതായത് ഓയിലിന്റെ വില പെർ ബാരലിന് $100 താഴേക്ക് പോയാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സേഫ് സോണിലേക്ക് എത്തിച്ചേരുകയില്ല. ആയതിനാൽ തന്നെ അവരുടെ ഭാഗത്ത് നിന്നും നിഫ്റ്റിയുടെ ടാർഗറ്റ് 26,000 എന്ന ലെവലിലേക്ക് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് വന്ന ന്യൂസ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഒരുപക്ഷെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളൊക്കെ ഓൾ ഓഫ് എ സഡൻ നിൽക്കുകയാണെങ്കിൽ 26,000 എന്ന ലെവലൊക്കെ നിഫ്റ്റിക്ക് പെട്ടെന്ന് തന്നെ അതിശക്തമായി മറികടക്കുവാനും സാധിച്ചേക്കാം. ഇനി നമുക്ക് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ മുതൽ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 6% ഇടിവാണ് അനുഭവപ്പെടുകയുണ്ടായത്. അത് നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ഇന്ന് രാവിലെ കാണുകയും ചെയ്തു. പിന്നീട് 1% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ബ്രെന്റ് ക്രൂഡിന്റെ വില $100 താഴെയായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $88 താഴെയായിട്ടും നിലനിൽക്കുവാനും സാധിച്ചു. ഏകദേശം 5.5% ഇടിവോടുകൂടി തന്നെ ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തിലേക്ക് തിരിഞ്ഞതും ഇന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് ഫേമായിട്ട് തന്നെ
രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിൽ തുടർന്നതും കൂടാതെ നിലവിൽ വെസ്റ്റ് ഏഷ്യയിൽ ഇരുകൂട്ടരുടെ ഭാഗത്ത് നിന്നും ആക്രമണം തുടരുമ്പോഴും കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം പുതുപ്രതീക്ഷയും കൈവന്നു. എന്നാൽ വിരോധാഭാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, യുഎസും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നു തുടരുന്നു. അതേസമയം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിനെതിരായിട്ടും യുഎസിന്റെ സഖ്യകക്ഷികൾക്കെതിരായിട്ടുമുള്ള ആക്രമണം അതിശക്തമായി തന്നെ തുടർന്നു പോകുന്നുമുണ്ട്. എന്നാൽ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ അവകാശവാദങ്ങളും വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പുതിയ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല, ഒരു മാസത്തേക്ക് ഒരു പക്ഷേ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോയേക്കാം എന്നുള്ള പ്രഖ്യാപനവും ഇന്നലെ അദ്ദേഹം നടത്തി. ഇതിനെയൊക്കെ തുടർന്ന് യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഉടലെടുത്ത സീസ് ഫയർ പ്രതീക്ഷ തന്നെയാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും ഒരുപോലെ മുന്നോട്ട് നയിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ യുദ്ധം എന്നുള്ള ഒരു അന്തരീക്ഷമായതിനാൽ തന്നെ കാര്യങ്ങൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറി മറിയുകയും ചെയ്യാം. ഈ മാസം 18-ാം തീയതി അഥവാ കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സിന് 7.44% ഇടിവോടുകൂടി കൂൾ ഓഫ് ആകാൻ സാധിച്ചു. എന്നാൽ അതേസമയം ഇന്ന് മാർക്കറ്റിന് നേട്ടം തുടരാനായെങ്കിലും ഇന്ത്യ വിക്സിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയുമില്ല. മാത്രമല്ല, അതേസമയം ഇന്ത്യ വിക്സിൽ എന്നാൽ വലിയൊരു ഉണർവും രേഖപ്പെടുത്തിയുമില്ല. ആകെ 0.4% ഇടിവോടുകൂടി 24.64 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുകയും ചെയ്തത്. എങ്കിലും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യ വിക്സിന് തൽസ്ഥിതി തുടരാനായതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമാവുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. എന്നാൽ പ്രോഫിറ്റ് ബുക്കിംഗും സെൻസെക്സിന്റെ ഈ മാസത്തെ F&O സെഗ്മെന്റിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ ഉടലെടുത്ത വോൾട്ടാലിറ്റിയും മൂലം ഇന്നത്തെ നേട്ടത്തിന്റെ നേരിയൊരു പങ്ക് ചോർന്നു പോവുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. രാവിലത്തെ പോലെ തന്നെ 1% നേട്ടത്തോടുകൂടി തന്നെയാണ് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1.25%, ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകൾ 1.5%-ലേറെയും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം നടത്തുകയും അവസാനിപ്പിക്കുകയും ഉണ്ടായത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 5.5%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5.25%-ന്റെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ 1% ഉയർച്ചയുണ്ടെങ്കിൽ കൂടിയിട്ടും ബ്രെന്റ് ക്രൂഡിന്റെ വില $98.75 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $87.52 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വില 1.89% ഉയർച്ചയോടുകൂടി $4,557.54 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് 2029 ആകുമ്പോഴേക്കും $2 ബില്യൺ വരുമാനം കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. GR ഇൻഫ്ര പ്രോജക്ട്സ് കമ്പനിയുടെ പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള 3 അനുബന്ധ സ്ഥാപനങ്ങളിലെ എല്ലാ ഓഹരികളും 272 കോടി രൂപയ്ക്ക് വിൽക്കാൻ കമ്പനി ഒരു കരാറിൽ ഏർപ്പെട്ടു. കേരള ആയുർവേദ 40 കോടി രൂപ വിലമതിക്കുന്ന നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ പുറത്തിറക്കുവാൻ കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. HCL ടെക്നോളജീസ് AI യുഗത്തിൽ സോഫ്റ്റ്വെയർ ബിസിനസ് നവീകരിക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. വിശാൽ ഫാബ്രിക്സ് 2026 മാർച്ച് 25, അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായി ശ്രീ ഉമാകാന്ത് ശർമ്മയെ നിയമിച്ചു. M&B എഞ്ചിനീയറിംഗ് സ്റ്റീൽ ബിൽഡിംഗ്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 73.2 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ടൈംസ് ഗ്രീൻ എനർജി ഇന്ത്യ 1:1 എന്ന റേഷ്യോയില് ബോണസ് ഓഹരികൾ നൽകുവാനായിട്ടുള്ള അംഗീകാരം കമ്പനിക്ക് ലഭിച്ചു. ബ്രിഗേഡ് എന്റർപ്രൈസസ് 1100 കോടി രൂപ വരുമാനം ലക്ഷ്യമിട്ട് ബ്രിഗേഡ് വെൽബഡാരെ എന്ന പുതിയ പ്രോജക്ട് കമ്പനി ആരംഭിച്ചു. ഗോൾഡിയം ഇന്റർനാഷണൽ ഹൈദരാബാദിൽ ഓറിജം ലാബിൽ വളർത്തിയ ഡയമണ്ടുകളുടെ 20ാമത്തെ ഷോറൂം കമ്പനി ആരംഭിക്കുന്നു. ഏവർക്കും നല്ല ഒരു ഹോളിഡേ ആശംസിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.